സൊല്യൂഷൻസ് നിങ്ങളെ സ്വന്തം വർഷാമസാണ്. അപ്പോൾ മക്കളെ, നാളത്തെ എക്സാമിന് 5 മാർക്കിന് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞു തരട്ടെ. 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. There are 20 boys and 25 girls in class A and 30 boys and 20 girls in class 10th B. അതായത് 10 A ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ, 10 B ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ മക്കൾ എന്ത് ചെയ്യണം? ഒന്നിങ്ങനെ വരച്ച് വെക്കണം. ഓക്കെ, അതായത് 10 Aയിൽ 20 ബോയ്സും 25 ഗേൾസും, അതേപോലെ 10 Bയിൽ 30 ബോയ്സും 20 ഗേൾസും. ഇനി അടുത്ത് എന്താ ചോദിക്കുന്നത്? ഇവിടെ നിന്നുണ്ടല്ലോ കണ്ണടച്ചിട്ട് ഇവിടുന്ന് 2 പേരെ കൂടെ ചൂസ് ചെയ്യുക. കണ്ണടയ്ക്കണ്ട, കണ്ണ് തുറന്നിട്ട് ചൂസ് ചെയ്യുക. നമ്മൾ പേപ്പർ സ്ലിപ്പിൻ്റെ ഫ്ലോയിൽ പറഞ്ഞതാണ്. അതായത് 2 കുട്ടികളെ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാണ്. 10 A ക്ലാസ്സിന് ഒരാളെ, 10 B ക്ലാസ്സിന് ഒരാളെയും ചൂസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ 2 പേരും ഇല്ലേ, ആൺകുട്ടികളാവാനുള്ള സാധ്യത, പെൺകുട്ടികളാവാനുള്ള സാധ്യത, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, അങ്ങനെയുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ ഒരു ഭാഗത്ത് നിന്ന് വരിക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? ടോട്ടൽ സെലക്ഷൻ എടുത്ത് വെക്കണം. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ചോദ്യം അതായിരിക്കും, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻ. ഓക്കെ, വ്യത്യസ്തമായ എത്ര രീതിയിൽ കുട്ടികളെ തിരഞ്ഞെടുക്കാം. അപ്പോൾ മക്കൾ ആദ്യം ഇല്ലേ, ഈ 10 A ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കാം. നമുക്ക് 20, 25, 45 കുട്ടികൾ ഇവിടെ. 10 B ക്ലാസ്സിൽ 30, 20 കൂട്ടി 50 കുട്ടികളുണ്ട് ഇവിടെ. ഇനി ആകെ എത്ര ടോട്ടൽ പോസിബിൾ സെലക്ഷൻ? ടോട്ടൽ ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ 45ഉം 50ഉം ഇങ്ങനെ പെയർ വരുന്ന സമയത്ത് 2 കൂടി ഗുണിക്കാം. അപ്പോൾ ടോട്ടൽ കിട്ടാൻ 45 × 50 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 2250 കിട്ടും. 2250 കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ. ഇത്ര വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളെ സെലക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? 2 കുട്ടികളും ആൺകുട്ടികളാവാനുള്ള സാധ്യത. അപ്പോൾ മക്കളെ, ഇതിൻ്റെ ഉള്ളിൽ 2 കുട്ടികളും ഇല്ലേ, 2 കുട്ടികളും ആൺകുട്ടികളാവാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് 2 ബോയ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ ടോട്ടൽ നമ്മുടെ താഴെയുള്ള ഡിനോമിനേറ്റർ അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ നിർബന്ധമായിട്ടും എഴുതണേ. ഈ ബോയ്സിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബോയ്സിൻ്റെ എണ്ണത്തെ തമ്മിൽ ഗുണിക്കാം. ഓക്കെ, ഈ ബോയ്സിൻ്റെ എണ്ണത്തെ തമ്മിൽ ഗുണിക്കാം. 20 × 30, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പോൾ 2 × 3 6, 2 0, 600/2250. ഓക്കെ, റെഡി? യെസ്, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം നോക്കിയോ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 ബീയിങ് എ ബോയ് ആൻഡ് 1 ബീയിങ് എ ഗേൾ? നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള 2 കുട്ടികളിൽ ഒരാൾ ആൺകുട്ടിയും ഒരാൾ പെൺകുട്ടി ആവാനുള്ള സാധ്യത. ഇപ്പോൾ 2 ഗേൾസിൻ്റെ കേസാണ് ചോദിക്കുന്നതെങ്കിലോ, ഇപ്പോൾ 2 ബോയ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതേപോലെ 2 ഗേൾസിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഗേൾസിൻ്റെ ആണെങ്കിൽ ഇതേപോലെ ഗുണിച്ചാൽ മതി. ഇപ്പം ചോദിച്ചത് ഒരാളുണ്ടല്ലോ, ഒരാൾ ബോയും ഒരാൾ ഗേളും ആണെങ്കിൽ, അപ്പോൾ മക്കൾ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി. അതായത് ഇവിടുത്തെ ബോയിൻ്റെ എണ്ണം അവിടുത്തെ ഗേളിൻ്റെ എണ്ണം. ഓക്കെ, 20 × 20 പ്ലസ് കൂട്ടണേ. ഇനി അവിടുത്തെ ബോയിൻ്റെ എണ്ണം ഇവിടുത്തെ ഗേളിൻ്റെ എണ്ണം 30 × 25. എന്നിട്ട് ഡിനോമിനേറ്റർ അത് തന്നെ, സെയിം തന്നെ ടോട്ടൽ. ഇനി 20 × 20 എത്രയാ? 400 പ്ലസ് 30 × 25. 25 × 3 75, 0 കൊടുത്തു. ഡിവൈഡഡ് ബൈ 2250. 400 750 കൂട്ടുമ്പോൾ 1150 ഡിവൈഡഡ് ബൈ 2250. ഇത്രയേ ഉള്ളൂ സംഭവം. റെഡി? ഇനി അടുത്ത മൂന്നാമത്തെ നോക്കിയോ. മൂന്നാമത്തെ കഴിഞ്ഞു. നാലാമത്തെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീയിങ് എ ഗേൾ? നമ്മൾ ചൂസ് ചെയ്ത കുട്ടികളിൽ ഒരാളെങ്കിലും പെൺകുട്ടി ആവാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ നമ്മൾ 4 രീതിയിലാണ് ഇവിടുന്ന് കിട്ടിയത്. 4 രീതിയിലാണ് കാര്യങ്ങൾ കിട്ടിയത്. 1 2 ബോയ്സ്. ഓക്കെ, വേണമെങ്കിൽ 4 രീതിയല്ല 3 രീതി. 1 2 ബോയ്സ് ആകാം, അല്ലെങ്കിൽ 2 ഗേൾസ് ആകാം, അല്ലെങ്കിൽ ഒരാൾ ഒരു ബോയ് ഒരു ഗേൾ ആകാം. ഇങ്ങനെയല്ലേ ഈ 2 കുട്ടികളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ പെൺകുട്ടി ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സും ഗേൾസിനെ എടുക്കുക. ഒരു ബോയ് ഒരു ഗേൾ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾ പെൺകുട്ടി. 2 ഗേൾസ് ആണെങ്കിലും അതിലൊരാൾ പെൺകുട്ടി. പക്ഷെ ബോയ്സ് ആണ് എടുക്കുന്നെങ്കിൽ അതിൽ പെൺകുട്ടി ഉണ്ടാവോ? ഇല്ല. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഗേൾ ചോദിക്കുകയാണെങ്കിൽ ആ ബോയ്സിന് മാത്രമുള്ള എണ്ണം അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നാലാമത്തത് എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരു ഗേൾ, അറ്റ്ലീസ്റ്റ് 1 ഗേൾ. അപ്പോൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ബോയ്സിൻ്റെ എണ്ണം എത്രയാ? 600/2250 അല്ലേ നമുക്ക് കിട്ടിയത്. ഇത് മൈനസ് ചെയ്താൽ മതി. അതായത് ഈ 2250 നിന്ന് 600 പോയാൽ ബാക്കി എത്രയാണ്? അതാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1ൽ നിന്ന് 600/2250 കുറയ്ക്കാം. ഇനി അതിലും സിമ്പിളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഈ 2250 ഈ 600 അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ എത്ര കിട്ടും നോക്കിയോ. 2250 നിന്ന് 600 പോയാൽ എത്രയാ? 0 5 12 6 പോയാൽ 6. ഇവിടെ 1 കടം കൊടുത്തപ്പോൾ 1. 1650 ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ എന്തായാലും പഠിച്ചിട്ട് പോയിക്കോ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചോദ്യം ചെയ്ത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മക്കൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. യെസ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്,
ഇനി ഒരേ ഒരു ദിവസം കൂടിയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫ്രീഡം ഓഫറിൻ്റെ വാലിഡിറ്റി. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ഡിസ്കൗണ്ടാണ്. 1947 രൂപയാണ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടാൻ പോകുന്നത്. സോ വേഗം തന്നെ, അതായത് ഏകദേശം 2000-അടുത്തോളം രൂപയാണ് നിങ്ങൾക്ക് കുറയാൻ പോകുന്നത്. ഈ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ MS സൊല്യൂഷൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. നിങ്ങൾക്ക് ഈ ഒരു SSLC എക്സാമിന്, നമ്മുടെ ഫൈനൽ എക്സാമിന് ഫുൾ A+ ലക്ഷ്യം വെച്ച് പഠിക്കുന്ന എല്ലാവർക്കും പറ്റിയിട്ടുള്ള ബെസ്റ്റ് ബാച്ചാണ്. സോ വേഗം തന്നെ ജോയിൻ ചെയ്യാം മക്കളെ. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.